എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബൈക്ക് സ്കൂട്ടറിൻ്റെ ചാർജറാണ്. നമുക്കിത് കണ്ണൂരിൽ നിന്ന് കൊറിയർ വന്നിട്ടുള്ള ഒരു ബൈക്ക് സ്കൂട്ടറിൻ്റെ ചാർജറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഔട്ട്പുട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിത് കൊറിയർ അവർ അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് റാപ്പിട്രോൺ ഇലക്ട്രോണിക്ക എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ EV ബൈക്ക് ചാർജറാണിത്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ പവർ ഇൻഡിക്കേഷൻ കാര്യങ്ങൾ വന്ന് നോക്കാം. ഓക്കെ, ഇത് ആരോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോർഡും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇരിക്കണമെന്നൊന്നും അറിയത്തില്ല. ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതെന്ത് കണ്ടീഷനാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്കിത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് എല്ലാം ഓക്കെ ആണെന്നെങ്കിൽ മാത്രം നമുക്കൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് മറക്കാതെ എല്ലാവരും ചെയ്യുക. നമുക്ക് സ്ക്രൂ എല്ലാം ഓക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ഹോള് നേരെ തിരിച്ച് വരണമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇത് തിരിഞ്ഞാണ് ഇതിനകത്ത് ഇരുന്നത്. ഓക്കെ, 2 സെക്ഷനായിട്ടാണ് ബോർഡ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ ഒരു മുകളിലത്തത് സ്റ്റാൻഡ് ബൈ വോൾട്ടേജിനുള്ള ചെറിയ പവർ സപ്ലൈ ആണ്. താഴത്തെ ബോർഡാണ് മെയിൻ പവർ സപ്ലൈ ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പവർ ഇൻഡിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മൊത്തം അഴിക്കാതെ തന്നെ ആദ്യം നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സീരിയലിലാണ് കണക്ഷൻ കൊടുക്കുന്നത്. പവറിന് ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. LED കത്തുന്നതിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നമുക്ക് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് ഓണാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഓണാകാത്തതെന്ന് നമുക്കിതൊന്ന് മൊത്തം അഴിച്ചു പറക്കിയെടുക്കാം. അപ്പോൾ അതിനകത്തിരുന്ന ബോർഡ് ഞാൻ അഴിച്ച് വെളിയിലിറക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പവർ സപ്ലൈ ഉണ്ട്. ഈ ഒരു മെയിൻ ബോർഡും ഉണ്ട്. ഇത് മെയിൻ പവർ സപ്ലൈ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ചെറിയ പവർ സപ്ലൈ മൊത്തം കത്തിപ്പോയിരിക്കുകയാണ്. ഇവിടെ ഈ സ്റ്റാൻഡ് ബൈ സപ്ലൈ സർക്യൂട്ട് മൊത്തം കത്തിപ്പോയത് കൊണ്ടിട്ടാണ് ഇത് വർക്ക് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ട് അപ്പോൾ സ്റ്റാൻഡ് ബൈ സപ്ലൈ വന്നു എന്നുള്ളത്. ഈ ഒരു റെഡ് LED കത്തുന്നത് അതൊരു ഡൗട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡ് ബൈ LED കത്തുന്നത് ഇവിടെ നമ്മുടെ പവർ നേരെ വന്നിട്ട് ഈ പവർ തന്നെയാണ് ഈ ഒരു കണക്ഷൻ വരുന്നത്. ഈ മെയിൻ ലൈനിൽ നിന്ന് കണക്ഷൻ വന്നിട്ട് അത് നേരെ ഈ ഒരു ചെറിയ ബോർഡിൽ വരും. ഇവിടെ കുറച്ച് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രോസസ്സറിന് DC AC ഇന്ന് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഒപ്റ്റോ കപ്ലർ, ഈ ഒരു ഒപ്റ്റോ കപ്ലർ ഇത് AC ഇൻ ഡിക്റ്ററ്റ് എന്നുള്ള ആ ഒരു സിഗ്നൽ കൊടുക്കും. അപ്പോൾ അവിടെ തന്നെയാണ് ആ ഒരു ലൈനിൽ തന്നെയാണ് ഈ ഒരു LED കണക്ഷൻ വന്നിരിക്കുന്നത്. അതായത് മെയിൻ എന്നുള്ള ഈ മെയിൻ ഓൺ എന്നുള്ള ആ ഒരു LED കണക്ഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഈ പവർ സപ്ലൈ പോയി കഴിഞ്ഞാലും ഈ ഒരു LED കത്തി കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷനാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വൈപ്പർ 12A എന്നുള്ള സ്വിച്ചിങ് IC ആണ്. ഈ IC മൊത്തത്തിൽ ബേണായി പോയിട്ടുണ്ട്. അത് ഡാമേജാണ്. അതുകൊണ്ടല്ലോ അത് ഒടിഞ്ഞു പോയി, തെറിച്ച് പോയി. അപ്പോൾ ഈ ഒരു IC പൊട്ടിത്തെറിച്ചതാണ് ഇതിന് വന്നിരിക്കുന്ന ഡാമേജ്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കേണ്ടത്.
ഈ ഒരു പവർ സപ്ലൈയിൽ ഇവിടെ വന്നിട്ടുള്ള ഈ ബോർഡൊന്ന് ക്ലീൻ ചെയ്ത് ഈ റെസിസ്റ്റൻസിൻ്റെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വാല്യൂ എത്രയും നോക്കി ഈ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് ഈ IC മാറ്റിയിട്ട് ഈ ഒരു ബോർഡ് ഒന്ന് വർക്കിംഗ് കണ്ടീഷനിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ, അല്ല ഔട്ട്പുട്ട് ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡ് ഇതിലിപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയത്തക്ക വലിയ സർക്യൂട്ടോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഈ ഒരു IC മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഈ ഒരു റെസിസ്റ്റൻസ് കത്തിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കമ്പോണൻസുകൾ ഫുള്ള് ചെക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാറ്റി ഇത് റെഡിയാക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അതിൻ്റെ വീഡിയോസ് എടുക്കാത്തത് പിന്നെ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു കംപ്ലൈൻറ്റ് ആയതുകൊണ്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ പവർ സപ്ലൈ ഫുള്ള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കമ്പോണൻസുകളും കാര്യങ്ങളൊക്കെ മാറേണ്ടി വന്നു. അപ്പോൾ ഇതിൽ മാറിയിരിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ സ്വിച്ചിങ് IC മാറിയിട്ടുണ്ട്, ഈ ഒരു റെസിസ്റ്റൻസ് മാറിയിട്ടുണ്ട്, ഈ കപ്പാസിറ്റർ, ഈ ഒപ്റ്റോ കപ്ലർ, അതുകൊണ്ട് ഇവിടെ വരുന്ന ഈ PF, പിന്നെ അതുകൊണ്ട് ഈ ഒരു ഹൈ വോൾട്ടേജ് കപ്പാസിറ്റർ ഇത് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോപ്പർ വൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാൻ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഈ സ്വിച്ചിങ് ICയും ഈ ഒരു റെസിസ്റ്റൻസ്, ഈ കപ്പാസിറ്റർ, ഈ ഒപ്റ്റോ കപ്ലർ ഇതെല്ലാം മാറി ഇത് ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് ഓൺ ആകുന്നില്ല. പക്ഷേ സപ്ലൈയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, സപ്ലൈ എല്ലാം കറക്റ്റായി നിൽക്കുന്നുണ്ട്, പക്ഷേ ഔട്ട്പുട്ട് ഇല്ല. അതായിരുന്നു ഇതിന് പ്രശ്നം. അങ്ങനെ ഞാൻ രണ്ടാമത് പുതിയ IC മേടിച്ചിട്ടു. പുതിയ IC മേടിച്ചിട്ടിട്ടും സെയിം ഒരു കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് പുതിയ IC ആണ്. ആദ്യം ഈ ഒരു IC ആണ് ഞാൻ ഇട്ടത്, വൈപ്പർ 22A. ഇതും കൊള്ളാം, നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ IC എന്നെ കംപ്ലൈൻ്റ് ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടിട്ടും ഈ ഒരു സെയിം ഇഷ്യൂ തന്നെയാണ്, ഔട്ട്പുട്ടില്ല. അപ്പോൾ ഞാൻ ചോപ്പർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എല്ലാത്തിലും കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി കാര്യങ്ങളെല്ലാം കാണിക്കുന്നുമുണ്ട്. പക്ഷേ എന്നിട്ടും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൽ വന്നിരിക്കുന്ന പ്രശ്നമെന്നാകെ കുഴഞ്ഞു പോയി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനകത്ത് നമ്മുടെ ഒരു STR മൊഡ്യൂൾ, ഈ ഒരു മൊഡ്യൂൾ കിട്ടും. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ വെച്ചിട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടും ഇതിന് ഔട്ട്പുട്ടില്ല. ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുനിന്ന് വന്ന എല്ലാ സാധനങ്ങളും മാറ്റി നോക്കി. ഇനി മാത്രം ചോപ്പർ മാത്രം മാറ്റാനുണ്ട്. അങ്ങനെ ചോപ്പർ ഇളക്കി അത് രണ്ടാമത് റീവൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീവൈൻഡ് ചെയ്ത് ഇട്ടു. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നു. അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് ഇതേ കണക്ക് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് 29 SWG ആണ് നമ്മുടെ ഈ സെക്കൻഡറി സൈഡിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈമറി സൈഡിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 32 ആണ്, 32 SWG. ഇത് നമുക്കിങ്ങനെ 100 ഗ്രാം വെച്ച് നമുക്ക് ഇത് കോപ്പർ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് 100 ഗ്രാം വെച്ച് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് ഞാനിത് വൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 67 വോൾട്ട് 6 ആംപിയർ 6 ആംപിയർ 67 വോൾട്ടിൻ്റെ പവർ സപ്ലൈ ആണിത്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓൺ ചെയ്യാം. പവർ കൊടുത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി മൾട്ടിമീറ്റർ ഞാൻ വോൾട്ടേജ് മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് എത്ര വോൾട്ടേജ് വരണുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഓഫായിട്ടുണ്ട്. അത് ഓണായി ഉടനെ തന്നെ ഓഫായി പോകും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓഫായിട്ടുണ്ട്. ഒന്നുകൂടെ ഓൺ ചെയ്യണം. ഇനി എത്ര വോൾട്ടേജ് വരണുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു 26 വോൾട്ട് വന്നിട്ടുണ്ട്.
രണ്ടാമത് ഓണായിട്ട് 66.7 വോൾട്ട്. ഫാനും അതേ കണക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഓണായിട്ട് ഓഫായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുത്താൽ മാത്രമേ കണ്ടിന്യൂസ് നിൽക്കത്തുള്ളൂ. നമുക്ക് പവർ സപ്ലൈയിൽ എത്ര വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്നുണ്ട്? നമുക്കിപ്പോൾ 10 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഓക്കെ, 12 വോൾട്ടാണ്, പക്ഷേ ഇവിടെ നമുക്ക് 10 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. 12 വോൾട്ട് വരാനുള്ളിടത്ത് നമുക്ക് 10 വോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വർക്കിംഗ് ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് കാര്യങ്ങൾ എല്ലാം ആയിട്ടുണ്ട്. ചിലപ്പോൾ അത് 10 വോൾട്ട് ആയിരിക്കാം. ഇപ്പോൾ നമ്മുടെ പവർ സപ്ലൈ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കിനി കസ്റ്റമറിന് കൊടുത്തിട്ട് അവരുടെ അടുത്ത് പിന്നെ സ്കൂട്ടറിൽ അറ്റാച്ച് ചെയ്ത് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറയണം. നമ്മൾ ഈ ഒരു പവർ സപ്ലൈ ടെസ്റ്റ് ചെയ്യാനുള്ള നമുക്കൊരു ആംബിയർ ഇതിൻ്റെ ലോഡ് ടെസ്റ്റ് മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചാർജിങ് കറക്റ്റായിട്ട് ചാർജിങ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് കസ്റ്റമറിനെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം അവരുടെ സ്കൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ബാറ്ററി കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.